ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ തുടങ്ങിയിട്ടോ. ആദ്യം തന്നെ പാലെടുത്ത് പാൽ തിളപ്പിക്കുകയാണ്. ചായയാണ് ആദ്യം ഞാൻ വയ്ക്കാറുള്ളത്. ചായ വെച്ച് ഒരു ഗ്ലാസ് ചായ ഞാൻ ആദ്യം കുടിക്കും കേട്ടോ. അവർ 2 പേരും 3 പേരും എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ പാലിതാ തിളച്ച് വന്നേ. അപ്പോൾ ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അധികം ദോശ ഇഡലിയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി കറിക്ക് വേണ്ടി കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പാല് തിളച്ച് വന്നല്ലോ. അപ്പോൾ ഇനി ചായ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചായക്കുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ തന്നെ ഞാനിതാ ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ സ്വത്തിന് ദോശയായിരുന്നു കൂടുതൽ ഇഷ്ടമുള്ളത്. ഇപ്പോൾ ഇഡലിയോടായി താല്പര്യം. പിന്നെ ഞാൻ എപ്പോഴും ഇഡലിയും ദോശ ആയിക്കഴിഞ്ഞാൽ സ്വത്തുവിനും മടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ചു കേട്ടോ. ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുക്കറിൽ കടലയും കഷ്ണം വെട്ടി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചായയൊക്കെ റെഡിയായി. ചായയിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ഒരു ഗ്ലാസ് ചായ ഞാൻ ആദ്യം എടുത്തു കേട്ടോ. അപ്പോൾ ചായ കുടി കഴിഞ്ഞ് വന്നിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴേക്കും കടലയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇടിയപ്പം ഉണ്ടാക്കിയതിന് ശേഷം കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ള പൊടി എടുത്തതാണ് കേട്ടോ. കുറച്ച് പൊടി എടുക്കുന്നുള്ളൂ. പിന്നെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഉപ്പിട്ടത്. ചില ദിവസങ്ങളിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ പൊടിയിൽ ഉപ്പിട്ട് ഇളക്കാറുണ്ട്. പിന്നെ തിളപ്പിച്ച വെള്ളത്തിൽ തന്നെ ഉപ്പിട്ടിട്ട് മാവൊക്കെ കുഴച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഞാനിത് ഇഡലി തട്ടിൽ എണ്ണയൊക്കെ തടവി കൊടുത്തു. അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കി. ചില ദിവസങ്ങളിൽ പെട്ടെന്ന് റെഡിയായി വരികയില്ല കേട്ടോ. അത് മാവ് കുഴയ്ക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണ് തോന്നി. ഇന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇടിയപ്പമൊക്കെ അടുപ്പിൽ വെച്ചു കേട്ടോ. ഇനി കറിയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങയാണ് കേട്ടോ. അതുകൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കണ്ടോ, തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അടുപ്പിൽ കറിക്കൊക്കെ സെറ്റാക്കാൻ വേണ്ടി തുടങ്ങി. പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. കറിയൊക്കെ തിളച്ചു. അപ്പോഴേക്കും കുഞ്ഞാവ് എണീച്ചു വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് സമയം അവനെയൊക്കെ എടുത്തു. പിന്നെ കറിയൊക്കെ റെഡിയായി. കടുകൊക്കെ പൊട്ടിച്ചിട്ടു കേട്ടോ. പിന്നെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി സ്വത്തുവിനും ബെസാഡിനും കഴിക്കാൻ കൊടുക്കണം. അങ്ങനെ അവരൊക്കെ റെഡിയായി. സ്കൂളിൽ പോകാൻ വേണ്ടി സ്വത്ത് റെഡിയായി. ബെസാഡിനും ജോലിക്ക് പോകുമ്പോൾ സ്വത്തുവിനെ സ്കൂളിൽ കൊണ്ടുപോയി. അങ്ങനെ ഞാനും കുഞ്ഞാവയും കൂടി നോക്കുമ്പോൾ ദൂരെ ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്നേ. ഒരു വെള്ള പൂച്ചയാണ് കേട്ടോ. അപ്പോൾ പൂച്ചയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചതാ വീട്ടിലോട്ട് വന്നു. ഇവിടെയുണ്ട് ഒരു പൂച്ച. ബായ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളേ.